നമസ്കാരം. ഇന്നത്തെ കഥ പറയുവാൻ, ഇന്നത്തെ റിപ്പോർട്ട് പറയുവാൻ പഴയ ഒരു കുഞ്ഞു ക്ലാസ്സിലെ കഥയാണ് ഓർമ്മ വരുന്നത്. അതാ മുറ്റത്തൊരു മൈന, അതാ മുറ്റത്തെ കടലിൽ ഒരു പുതിയ കപ്പൽ. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഒരു 4-5 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, എനിക്ക് രാവിലെ ഒരു മെസ്സേജ് കിട്ടി. ഞാൻ വരുന്നു, എൻ്റെ സ്വന്തം പോർട്ടിലേക്ക് ഞാൻ വരുന്നു എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ബിനോയ് ജോർജ് എനിക്കൊരു മെസ്സേജ് അയച്ചു. അതിന് തൊട്ട് മുമ്പ് കുറച്ച് ദിവസങ്ങൾ ഞാനും അദ്ദേഹവുമായിട്ട് ചില സംഭാഷണങ്ങൾ, ചില ചാറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു റിയോ ഡി ജനീറോ. അപ്പോൾ നേരത്തെ പറഞ്ഞത് റിയോ ഡി ജനീറോയിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പോർട്ടിലോട്ടാണ് പോകുന്നത്, TRVയിലോട്ട് വരുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ പോർട്ടിലോട്ട് വരുന്നു, എൻ്റെ ഹോം പോർട്ടിലോട്ട് വരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. നേരത്തെ ഉള്ള പോർട്ട് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ നിന്ന് ചരക്കെടുക്കാൻ അധികമില്ലാത്തത് കൊണ്ട് TRVയിൽ വന്ന് ചരക്കെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റ് പോർട്ട് ഏതാണെന്ന് മനഃപൂർവ്വം പറയുന്നില്ല. അങ്ങനെ മറ്റൊരു പോർട്ടിനെ കുറ്റം പറയാനല്ല സെയിലിംഗ് കമന്ററിയുടെ കടമ, ദൗത്യം എന്നുള്ളത് കൊണ്ട് അത് മനഃപൂർവ്വം മറച്ചു വെക്കുന്നു. റിയോ ഡി ജനീറോ അതിനു മുമ്പ് നേരത്തെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് സൗത്ത് അമേരിക്കയിൽ നിന്ന് കപ്പലുകൾ വന്നിട്ടുണ്ട്. പരനാഗ്വേ, ഇത്തപ്പോ, റിയോ ഡി ജനീറോ, നേരെ TRV സൗത്ത് ആഫ്രിക്ക ചുറ്റിയാണ് വരുന്നത്. കഴിഞ്ഞ മെയ് 24 അവിടെ നിന്ന് പുറപ്പെട്ട കപ്പൽ 23 ദിവസത്തെ യാത്രക്കൊടുവിലാണ് ഇവിടെ എത്തുന്നത്. 9400 TU വലിപ്പമുണ്ട്. ഇവിടെ വരുന്ന ഒരു മലയാളി ക്യാപ്റ്റൻ എന്നുള്ള കുപ്പായം ഇട്ടുകൊണ്ട് വരുന്ന 4ാമത്തെ ക്യാപ്റ്റൻ ആണെന്നാണ് തോന്നുന്നത്. ആദ്യം വന്നത് MSC സിമോണ, ക്യാപ്റ്റൻ ജാക്സൺ, അത് കഴിഞ്ഞ് മിൽട്ടൺ ജേക്കബ്, അത് കഴിഞ്ഞ് നമ്മുടെ ഐറിന വില്ലി ആന്റണി, ഇപ്പോ ദേ വരുന്നു ബിനോയ് ജോർജ്. ധാരാളം മലയാളികൾ ക്യാപ്റ്റൻ പദവിയിലും അതുപോലുള്ള മറ്റു പദവികളിലും ഒക്കെ ഉള്ള ഒരു മേഖലയാണ് നമ്മുടെ കപ്പൽ മേഖലയെന്ന് ഇപ്പോൾ ഏകദേശം നമുക്ക് പിടികിട്ടുന്നു. ഓരോ തവണ നമ്മുടെ പോർട്ടിൽ വരുമ്പോൾ മലയാളി ക്യാപ്റ്റൻ അല്ലെങ്കിൽ മുതിർന്ന മലയാളി ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ശ്രീ ബിനോയ് ജോർജിനെയും പരിചയപ്പെടാനിടയായത്. ചങ്ങനാശ്ശേരിയാണ് സ്വദേശം. ഡിഗ്രി വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹത്തിന് കപ്പലിൽ, മർച്ചന്റ് നേവിയിൽ ഒരു ജോലി നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മുടെ ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ അമ്മാവൻ ശ്രീ MD ജോസഫ് കപ്പൽ മേഖലയിലെ ഒരു യൂണിയൻ നേതാവ് കൂടിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ബോംബെയിലോട്ട് വിളിക്കുകയും അദ്ദേഹം അവിടെ TS റഹ്മാൻ എന്ന് പറഞ്ഞ വളരെ സുപരിചിതമായ ഒരു പേരാണ് TS റഹ്മാൻ. കപ്പൽ മേഖലയിലുള്ളവർക്കറിയാം. ആദ്യകാലത്തെ ഒരു പരിശീലനം അവിടെ നേടുകയും 1997 കേഡറ്റായി പ്രവേശിക്കുകയും ചെയ്തു. അവിടെ ഒരു പുതിയ ചരിത്രം, അവതാരകന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു ചരിത്രം. MSCയുടെ തുടക്കം, MSC പോലുള്ളവർ അല്ലെങ്കിൽ MSCയുടെ ഉടമസ്ഥനുണ്ടല്ലോ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, എഴുതി കാണിക്കാം. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനമാണ് യൂണിവാനാണ് ഇവരെയൊക്കെ പരിശീലിപ്പിച്ചത്. MSCയുടെ ഉടമസ്ഥനെയും അതുപോലുള്ള പുതിയ കപ്പൽ മേഖലയിലെ തലമുറയെ പരിശീലിപ്പിച്ച അല്ലെങ്കിൽ ജോലി നൽകി കപ്പൽ മേഖലയിലെ അന്നത്തെ ഉയർന്ന സ്ഥാപനമായിരുന്ന യൂണിവാൻ ഒരു ബെൽജിയം ബേസ്ഡ് കമ്പനിയാണ്. അവിടെയാണ് ആദ്യമായി കേഡറ്റായിട്ട് നമ്മുടെ ശ്രീ ബിനോയ്ക്ക് പ്രവേശനം കിട്ടുന്നത്. അവിടുത്തെ പരിശീലനവും അനുഭവവും എല്ലാം കഴിഞ്ഞപ്പോൾ 2011 മുതൽ MSCയുടെ കമാൻഡിംഗ് പദവിയിൽ, ക്യാപ്റ്റൻ പദവിയിൽ എത്തുകയുണ്ടായി. ഇപ്പൊ ഏകദേശം 35 കപ്പലുകൾ പലതരം. ഇപ്പോൾ നമ്മുടെ ഇവിടെ വരുന്നത് MSC മിഖേലയാണ്. 9400 TU ഉള്ള മിഖേല കപ്പൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അദ്ദേഹം 34 കപ്പലുകളുടെ ക്യാപ്റ്റൻ പദവി വഹിച്ചിട്ടുണ്ട്. മിക്കവാറും ആഫ്രിക്കൻ തീരങ്ങളിലാണ് അദ്ദേഹം പോകാറുള്ളത്. സൊമാലിയ, മൊഗദിഷു പോർട്ടിലെ ചിത്രങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വളരെ പരിചയസമ്പന്ന, ഇപ്പൊ എത്രയാണ് ഇപ്പോൾ വന്ന് 2011 മുതൽ ക്യാപ്റ്റൻ ചെയ്യുന്നു, 97 മുതൽ കേഡറ്റ് ആയിരുന്നു. ദീർഘനാളത്തെ പരിചയത്തിന്റെ ഒടുവിലാണ് അദ്ദേഹത്തിന് നമ്മുടെ പോർട്ടിലോട്ട് വരാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ആ ഭാഗ്യം പൂർണ്ണമായിട്ടും അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അവസാനം മനസ്സിലാകും. വരുന്ന വഴി അറ്റ്ലാന്റിക് കടന്ന ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടിയൊക്കെ വരുമ്പോഴുള്ള മൺസൂൺ കാലത്തെ കടല്, കാറ്റ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് 4-5 മീറ്ററോളം
സ്വെൽ, ഇങ്ങനെ തിര പൊങ്ങുന്ന കടലായിരുന്നു. അപ്പോൾ കമ്പനിയോട് ചോദിച്ചു എന്ത് ചെയ്യണം, ഇത്രയും വലിയ കടലാണ്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ആക്ട് ചെയ്തിട്ട് അവര് റൂട്ട് തുടങ്ങിയ മറ്റു പല കാര്യങ്ങൾ, കാലാവസ്ഥാ പ്രവചനം ഒക്കെ പരിഗണിച്ചുകൊണ്ട് 15 കപ്പലുകൾ, എംബസിയുടെ 15 കപ്പലുകളെ ഒരുമിച്ച് അധികം സ്വെല്ലില്ലാത്തൊരു പാതയിലൂടെ കൊണ്ടുപോകാൻ, ആ സമയത്ത് അവിടെ 2.5-3.5 മീറ്റർ സ്വെല്ലുള്ള ഒരു പാതയിലൂടെയാണ് അവര് സൗത്ത് ആഫ്രിക്ക കടന്നു വന്നത്. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങൾ നമ്മുടെ കടലുകളിലുണ്ട്. അവയൊക്കെയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കടലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നും ക്യാപ്റ്റൻ സംസാരിച്ചു. ഏകദേശം അദ്ദേഹം പറഞ്ഞത് സുഗമമായി നമ്മുടെ തുറമുഖത്ത് കയറാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് നൽകിയ വിവരം. ഇവിടെ വന്നിട്ടുള്ളവർ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മൺസൂൺ കാലമായതുകൊണ്ട് സ്വെൽ, അതിന്റെ ഒരു ഇഫക്റ്റ്, സ്വെൽ സർജ് എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. അങ്ങനെ ഒരു ഇഫക്റ്റ് ചിലപ്പോൾ വരാം. അത് മറ്റു പല പോർട്ടുകളിലും, ഒമാനിലോ മറ്റാണെന്നോ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ വടം പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള ഈ സ്വെൽ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ തുറമുഖത്ത് അത്രയും വലിയ കുഴപ്പം ഉണ്ടായിട്ടില്ലെന്നാണ് നേരത്തെ വന്നുപോയ നമ്മുടെ ഐറിനയുടെ ക്യാപ്റ്റൻ വില്ലി ആന്റണി പറഞ്ഞത്. വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ പോലും സ്വെൽ ഇഫക്റ്റ് നമ്മുടെ തുറമുഖത്ത് വരാം. അപ്പൊ എന്താണ് വേണ്ടത്? അടിയന്തരമായി നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ നീളം കൂട്ടണം. അങ്ങനെ നമ്മുടെ തുറമുഖത്തെ കൂടുതൽ സുരക്ഷിതമാക്കിയാൽ വരുന്ന കപ്പിത്താൻ, എല്ലാ കപ്പൽ ഉദ്യോഗസ്ഥർ, കപ്പൽ മാനേജിംഗ് കമ്പനി, കപ്പൽ ഉടമസ്ഥർ എല്ലാവർക്കും കൂടുതൽ കോൺഫിഡൻസ് നൽകാൻ നമ്മുടെ പോർട്ടിന് കഴിയും. അത്തരം പ്രവർത്തനം അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത് പൂർത്തിയാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. ശ്രീ ബിനോയുടെ അച്ഛൻ റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായിരുന്നു, മരണപ്പെട്ടുപോയി. അമ്മ കൂടെയുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിലുണ്ട്. ഭാര്യ ജീൻ കുടുംബം നോക്കുന്നു. മകൻ മാനുവൽ കമ്പ്യൂട്ടർ സയൻസിലെ ബിടെക് വിദ്യാർത്ഥിയാണ്. മകൾ മനേസ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളും ഭാര്യയും കുടുംബവും ഒക്കെ ക്യാപ്റ്റനെ കാണാൻ, അച്ഛനെ കാണാൻ തുറമുഖത്ത് വരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ വികാരം അന്നേരം പ്രകടിപ്പിച്ചു. ഇമിഗ്രേഷന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആരെ ഇറക്കത്തുമില്ല, ആരും കയറ്റത്തുമില്ല, അങ്ങനെയൊക്കെയുള്ള വിഷയമുണ്ട് ബോട്ടിൽ. പിന്നെ അവരെ വിളിച്ചു കൊളുത്തിട്ട് അവർക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വെറുതെ അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വെറുതെ എന്തിനാ. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ സൈൻ ഓൺ സൈൻ ഓഫ് നടത്തുക, അല്ലാതെ ലോക്ക്ഡൌൺ പീരീഡ് ഏറ്റവും കൂടുതൽ സൈൻ ഓൺ സൈൻ ഓഫ് നടത്തിയ പ്ലേസ് ആണ് വിഴിഞ്ഞം ബോട്ട്. വിഴിഞ്ഞത്ത് ടഗ് ബോട്ട് വഴി ചെയ്ത് അപ്പോഴൊക്കെ ഇമിഗ്രേഷൻ ഉണ്ടായതല്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്ര നാളും പോർട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇമിഗ്രേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നമുക്ക് അത് ഏറ്റവും വലിയ നഷ്ടമാണ് അത്. ഇപ്പൊ നമ്മൾ ഇത്രയും പേര് മലയാളികളും ഇവരും എല്ലാം വരുന്നു, ഹോം ബോട്ട്, ഇന്ത്യക്കാരുടെയും ഹോം ബോട്ട്. അവിടെ വന്നു കഴിഞ്ഞിട്ട് അവർക്കൊന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിപ്പം പാകിസ്ഥാന്റെ അവസ്ഥയാണ്. പാകിസ്ഥാൻ കറാച്ചി പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗാങ് വേന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഇവിടെ 3 പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ 3 പേർക്ക് ഗാങ് വേ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒക്കെ ഉള്ള റെഗുലേഷൻസ് ആണ്. എന്നാണ് നമ്മുടെ സർക്കാരുകൾ, കസ്റ്റോഡിയനായ നമ്മുടെ കേരള സർക്കാർ ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നത്? ഇത് 1 വർഷമാകാൻ പോകുന്നു. ഏകദേശം 360ഓളം കപ്പലുകൾ എത്തിക്കഴിഞ്ഞു. മലയാളി ക്യാപ്റ്റന്മാർ തന്നെ, മറ്റുദ്യോഗസ്ഥർ തന്നെ, ചീഫ് എഞ്ചിനീയർമാർ തന്നെ ഇവിടെ വന്നിട്ട് ഒന്ന് കരക്കിറങ്ങാനോ വീടുകളിലോട്ടൊന്ന് പോകാനോ കഴിയാതെ തിരിച്ചുപോയി. അവിടെയാണ് ശ്രീ ബിനോയ് ജോർജ് അദ്ദേഹത്തിന്റെ വികാരം പുറപ്പെടുവിച്ചത്. ഇത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കും എന്ന് തോന്നുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇന്നലെ അവതരിപ്പിച്ച MSCയുടെ യെല്ലോ ഫെസ്റ്റിവൽ, നമുക്ക് ഭാഗ്യമുണ്ട്. ലൈവ് റിപ്പോർട്ടിംഗ്, വൈകിയാണ് ആ വിവരം അറിഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ തന്നെ ഒരു ലൈവ് റിപ്പോർട്ടിംഗ് നടത്താമായിരുന്നു. നമ്മുടെ തുറമുഖത്തിന് വേണ്ടി ആഗ്രഹിച്ച, പ്രവർത്തിച്ച, സ്വിറ്റ്സർലൻഡിൽ നിന്ന് നമുക്ക് കല്ല് നൽകി ഈ ക്യാമ്പയിനിൽ പങ്കെടുത്ത ശ്രീ ഒമർ, അദ്ദേഹത്തിന്റെ മകൾ ആലീസ് ഇപ്പോൾ ഹാംബർഗിലെ വിദ്യാർത്ഥിനിയാണ്. ഇന്നലെ നമ്മൾ അറിഞ്ഞില്ല, ആലീസ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് 1-2 വീഡിയോ അയച്ചു തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പങ്കെടുത്തോ, എന്താണ് ആ ഫെസ്റ്റിവൽ, MSCയുടെ യെല്ലോ ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടുള്ള എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ആലീസ് നമുക്ക് വേണ്ടി സംസാരിച്ചു. I was there with my friends. I didn't know that was the yellow festival of the new MSC ship. So I was just there because my friends knew this place, and that was very nice, with a lot of people, a lot of food, something to drink, music. There was also a concert. I don't know the singer.
a very, very, very lot of people. I don't know what to say, but was really nice. A good mood, good atmosphere, good vibes. നമുക്ക് മറുനാടുകളിൽ നടക്കുന്ന ഇത്തരം ഉത്സവങ്ങൾ മൊബൈലിലും കമ്പ്യൂട്ടറിലും ടെലിവിഷനിലും ഇരുന്ന് കണ്ട് തൽക്കാലം നമുക്ക് സമാധാനിക്കാം. ശ്രീ ബിനോയ് ജോർജിന്റെ വ്യസനം പോലെ നാട്ടുകാരുടെയും വ്യസനം നമുക്കിവിടെ പങ്കുവയ്ക്കാം. ഇനി നമുക്ക് വന്നുപോയ കപ്പലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൈനിങ് ഓഫ് എലിയാസ് ജോൺ.